Okay, good morning students. നമ്മൾ ആപ്ലിക്കബിൾ മാത്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലെ പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവാണ്, ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ആക്ച്വലി ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ മീനിങ് ട്രയാങ്കിൾ മെഷർമെൻറ്റ് എന്നാണ്. ഓക്കെ, ട്രയാങ്കിൾ മെഷർമെൻറ്റ് എന്നാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഒരു ആംഗിൾസിനെ പറ്റിയും, ട്രിഗണോമെട്രിയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആംഗിൾസിനെ പറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ്, അല്ലെ, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, പൈതഗോറസ് തിയറം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഒരു ആംഗിളിൻ്റെ തന്നെ റേഷ്യോസ് വരുന്നുണ്ട്, ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഇതൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് എവിടേക്കാണ്, ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസിൽ വരുന്ന ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്നൊക്കെ പറയും, അല്ലേ. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഒരു രണ്ട് ഹാഫ് ലൈൻസ്. എന്താ ഹാഫ് ലൈൻസ് പറഞ്ഞാൽ യൂഷ്വലി ലൈൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ട് സൈഡിലേക്ക് ഇൻഫിനിറ്റ് ആയിട്ട് പോവാം. അതിൽ അതിന് എൻ പോയിന്റ് ഇല്ല ലൈൻ എന്ന് പറഞ്ഞ്. അതേസമയം ഹാഫ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻഡ് ഉണ്ട്, മറ്റേത് സൈഡിലേക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്ന ഇതിനാണ് ഹാഫ് ലൈൻ എന്ന് പറയാം. അതിന് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും, പക്ഷെ എൻഡ് പോയിന്റ് ഉണ്ടാവില്ല. ഇനി രണ്ട് ഇതുപോലത്തെ ഹാഫ് ലൈനിന് പറയുന്ന വേറൊരു പേരാണ് റേ എന്ന് പറയും. ഹാഫ് ലൈൻ അല്ലെങ്കിൽ റേ, ഹാഫ് ലൈൻ ഓർ റേ, RAY. ഓക്കെ, രണ്ട് എൻഡ് പോയിന്റ്സ് ഉള്ളതിന് നമ്മൾ പറയാം ലൈൻ സെഗ്മെന്റ് എന്നാണ്, അല്ലേ, ഒരു പോർഷൻ ഓഫ് ലൈൻ. ഇതൊരു ലൈനിനെ നമ്മൾ ഒന്ന് കട്ട് ചെയ്താൽ കിട്ടുന്ന, രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സൈഡാണ് ഒരു ഹാഫ് ലൈൻ എന്ന് പറയാം. അങ്ങനെ രണ്ട് ഹാഫ് ലൈൻസ് വെച്ചിട്ടാണ് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നത്. സപ്പോസ് യു ഹാവ് ടു ഹാഫ് ലൈൻസ്, ഇതൊരു ഹാഫ് ലൈൻ, പിന്നെ ഇത് വേറൊരു ഹാഫ് ലൈൻ ആണെന്ന് വിചാരിക്കും. അങ്ങനെ രണ്ട് ഹാഫ് ലൈൻസ്. ആദ്യത്തെ ഹാഫ് ലൈനിനെ ഞാൻ ഒരു പേര് വിളിക്കാം, സേ OA. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ റേ. ഓക്കെ, അടുത്ത ഒരു റേനെ ഞാൻ OB എന്ന് വിളിച്ചു. അതും ഒരു റേ ആണ്, അതിനെ ഞാൻ ടെർമിനൽ റേ എന്ന് വിളിച്ചു, ടെർമിനൽ റേ. ഓക്കെ, ഈ രണ്ട് ഹാഫ് ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്നതാണ് ആംഗിൾ BOC എന്ന് പറഞ്ഞാൽ എന്താ അത്? ദാറ്റ് ഈസ് ആക്ച്വലി ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ആ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം. An angle is generated by two half lines, initial ray and terminal ray, having a common endpoint called the vertex. If OB, ഞാനിവിടെ എടുത്തത് OA ആണല്ലേ, ഇനീഷ്യൽ റേ ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് AOB എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് OA is the initial ray and OB is the terminal ray, where O is the vertex, then the angle AOB, ഇനീഷ്യൽ റേയില് A ആണല്ലെങ്കിൽ ഞാൻ ആംഗിൾ ഡിനോട്ട് ചെയ്യുക ആംഗിൾ AOB. അപ്പോൾ ഇവിടെ OA എന്നുള്ളത് ഇനീഷ്യൽ റേയും OB എന്നുള്ളത് ടെർമിനൽ റേയും ആണ്. O is the point of intersection of these two rays. Okay, common endpoint. This angle AOB is the amount of rotation in anti-clockwise direction required for the ray OA to take the position of the ray OB. Okay, എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ. ഈ OA എന്നുള്ള റേ
എത്ര റൊട്ടേറ്റ് ചെയ്താലാണ് നമുക്കതിനൊരു സ്റ്റാൻഡേർഡായിട്ട് യൂഷ്വലി എടുക്കുന്നത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലുള്ള റൊട്ടേഷൻ എന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെ ഇങ്ങനെ കൂടെ റൊട്ടേറ്റ് ചെയ്യാം അല്ലേ? ഒ എ എന്നുള്ള റേനെ റൊട്ടേറ്റ് ചെയ്ത് ഒ ബിയുടെ പ്ലേസിൽ എത്തിക്കണം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസിൽ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, പിന്നെ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിനൊരു സ്റ്റാൻഡേർഡ് ഒരു ഡിറക്ഷൻ വെക്കണമല്ലോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡിറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒ എ എന്നുള്ളത് ഒ ബി എന്നുള്ള റേയുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യണം. അത്രയും റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര റൊട്ടേറ്റ് ചെയ്തു എന്നുള്ള എമൗണ്ട് ഓഫ് മെഷർമെൻറ്റ്, ആ എമൗണ്ട് ഓഫ് റൊട്ടേഷനെയാണ് നമ്മൾ എന്ത് പറയാ? ആംഗിൾ എ ഒ ബി എന്ന് പറയാം. അപ്പം അതിന് പല യൂണിറ്റ്സ് ഉണ്ട്. ഇനി ഇത് തന്നെ ഞാൻ പല യൂണിറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇപ്പോൾ യു ആർ ഫെമിലിയർ വിത്ത് ഡിഗ്രി ആംഗിൾ, നമ്മൾ 90 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഡിഗ്രി എന്നുള്ള ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അതുപോലെ റേഡിയൻസ് എന്നുള്ള യൂണിറ്റും ഫെമിലിയർ ആയിരിക്കും. റേഡിയൻസ് 90 ഡിഗ്രി എന്ന് പറയണത് തന്നെ 5/2 റേഡിയൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പറയാം, നമ്മളത് ഡിഫൈൻ ചെയ്യാം. അതിന് മുന്നേ ഇപ്പോൾ പല യൂണിറ്റ്സിൽ നമ്മൾ ആ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ അളക്കുന്നുണ്ട്. എന്താണെങ്കിൽ ആ ഒരു റൊട്ടേഷനെ മെഷർ ചെയ്യുന്ന ആ ഒരു മെഷർമെൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഓഫ് റൊട്ടേഷനാണ് നമ്മൾ എന്ത് പറയാം? ആംഗിൾ എന്ന് പറയാം. ഓക്കെ, അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് ആ റൊട്ടേഷൻ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. അതേസമയം നമ്മളിത് തന്നെ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് ക്ലോക്ക് വൈസ് ആണ് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി വി പുട്ട് എ നെഗറ്റീവ് സൈൻ ടു ദി ആംഗിൾ. ഓക്കെ, ഒരു നെഗറ്റീവ് സൈൻ ഇടുമ്പോൾ അതിൻ്റെ അർത്ഥം, അപ്പോൾ ആംഗിൾ നെഗറ്റീവ് ആണെന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പോൾ ആംഗിൾ എ ഒ ബി എന്നുള്ളത് ഒരു നെഗറ്റീവ് വാല്യൂ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എ എന്നുള്ള ഇനീഷ്യൽ റേയിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഇത്രയും ഒരു പെർട്ടിക്കുലർ മൈനസ് ഓഫ് സം നമ്പർ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീറ്റ എന്നുള്ള ആ ഒരു എമൗണ്ട് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ആംഗിൾ കിട്ടിയേക്കുന്നതെന്ന് അർത്ഥം. ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി വി പുട്ട് എ നെഗറ്റീവ് സൈൻ, അതർവൈസ് ഇറ്റ് ഇസ് അസ്യൂം ദാറ്റ് ദ റൊട്ടേഷൻ ഇസ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ പല മെഷറിംഗ് സിസ്റ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. മെഷർമെൻറ്റ് സിസ്റ്റംസിൽ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള സെൻറ്റസിമൽ ആൻഡ് സർക്കുലർ സിസ്റ്റമാണ്. അതല്ലെങ്കിൽ വേറെയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് ആംഗിൾസ് ഉണ്ട്. അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈൻ, ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു റേ. ഇഫ് ദ ടെർമിനൽ റേ ഇസ് പെർപെൻഡിക്കുലർ ടു ദിസ്, ഒരെണ്ണം വേർട്ടിക്കലും ഒരെണ്ണം ഹൊറിസോണ്ടലും, അല്ലെങ്കിൽ ഇതുപോലെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളിനെ നമ്മൾ പറയുന്നത് റൈറ്റ് ആംഗിൾ എന്നാണ്. ഓക്കെ, സോ ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിളിന് പറയുന്ന പേര് റൈറ്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ വിളിക്കുവാണെങ്കിൽ, ഓക്കെ, തീറ്റ എന്നെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. അത് ഏത് മെഷറിംഗ് സിസ്റ്റത്തിലാണെങ്കിലും റൈറ്റ് ആംഗിൾ തന്നെയാണ് വിളിക്കുക. ആ യൂണിറ്റ്സ് പല സിസ്റ്റത്തിൽ പലതായിരിക്കും, എന്തായാലും വിളിക്കുന്ന പേര് റൈറ്റ് ആംഗിൾ എന്നാണ്. അതുപോലെ ഒരു റേയിൽ നിന്ന് ഒരു ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഈ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് നമ്മുടെ ടെർമിനൽ ആൻഡ് ഇനീഷ്യൽ റേയുടെ പോയിന്റ്സ് വരുന്നതെന്ന് വിചാരിക്കാം. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് ഒ എന്നുള്ള പോയിന്റ്, എ ഇവിടെയാണ്, ബി ഇവിടെയാണ് എന്ന് വിചാരിക്കും. അപ്പോൾ ഒ എയിൽ നിന്ന് ഒ ബിയിലേക്ക് എത്താനായിട്ട് ഇത്രയും എമൗണ്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ ഒ ഇവിടെയാണ് ഇനീഷ്യൽ റേ, ഇതായിരുന്നു ടെർമിനൽ റേ. ഓക്കെ, ഇത് ഒരു ലൈനിൽ തന്നെയാണ് നമ്മുടെ വേർട്ടെക്സ് ആയിട്ടുള്ള ഒയും ഇനീഷ്യൽ റേയും ടെർമിനൽ റേയും ലൈസ് ഓൺ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന ആ ആംഗിളിന് പറയുന്ന പേരാണ് സ്ട്രെയിറ്റ് ആംഗിൾ. ആംഗിൾ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ആംഗിൾ. ഓക്കെ, ഇത് തന്നെ അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, രണ്ട് റൈറ്റ് ആംഗിൾ കൂടുമ്പോഴാണ് ഒരു സ്ട്രെയിറ്റ് ആംഗിൾ കിട്ടുന്നത് എന്നുള്ളത് ഇറ്റ് ഇസ് ക്ലിയർ.
ഇനി രണ്ട് സ്ട്രെയിറ്റ് ആംഗിൾ കൂടുമ്പോഴാണ് ഒരു റൊട്ടേഷൻ കിട്ടുക. അതായത് ഇനീഷ്യൽ റേയിൽ തന്നെ തിരിച്ചെത്താൻ. അതായത് നമ്മളിത് ഇനീഷ്യൽ റേ ആണ് എടുക്കുന്നു, ഇവിടെ തന്നെ തിരിച്ച് ടെർമിനൽ റേയും അതേ റേയിൽ തന്നെ വരികയാണ്. ഇത് ഒ എ ആണെങ്കിൽ ഒ ബിയും ഇവിടെ തന്നെയാണ്. ഒ എയിൽ നിന്ന് ഒ ബിയിലേക്ക് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ സീറോ റൊട്ടേഷൻ വരുമ്പോഴും ഇനീഷ്യൽ റേയും ടെർമിനൽ റേയും കോയിൻസൈഡ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്താലും എന്ത് വരും, ഇനീഷ്യൽ റേയും ടെർമിനൽ റേയും കോയിൻസൈഡ് ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് പല പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലും അപ്പോൾ ഒരു റൊട്ടേഷനെ പറയുന്നതാണ് നമ്മൾ ഒരു റൊട്ടേഷൻ. അപ്പം ഇത്ര ഈ ആംഗിളിനെയാണ് നമ്മൾ എന്താ പറയുക, വൺ റൊട്ടേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി മെഷർമെൻറ്റ് സിസ്റ്റംസ് നോക്കുകയാണെങ്കിൽ ഈ റൈറ്റ് ആംഗിളിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്ത് പറയുന്നു അങ്ങനെ അനുസരിച്ചിട്ടാണ് പല പല മെഷർമെൻറ്റ് സിസ്റ്റംസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ സെൻറ്റസിമ നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏതാണ്, ഡിഗ്രി അല്ലേ, മിനിറ്റ് ഡിഗ്രി ഒക്കെ പറയുന്ന സിസ്റ്റം ഉണ്ട്. പിന്നെ നമ്മൾ ബ്രിട്ടീഷ് സിസ്റ്റം അല്ലെങ്കിൽ സെക്സാഡെസിമൽ സിസ്റ്റം എന്ന് പറയും. സിസ്റ്റം അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് ആംഗുലർ മെഷർമെൻറ്റ്. അത് പറയുന്നത് ഒരു റൈറ്റ് ആംഗിളിനെ ഈക്വൽ ആയിട്ടുള്ള 90 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു റൈറ്റ് ആംഗിളിനെ 90 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, വൺ റൈറ്റ് ആംഗിൾ ഇസ് ഈക്വൽ ടു 90 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓരോ പാർട്ടിനെയും നമ്മൾ ഡിഗ്രി എന്ന് പറയും. 90 ഡിഗ്രീസ് ആണ് ഒരു റൈറ്റ് ആംഗിൾ. ഓക്കെ, ഒരു ഡിഗ്രീനെ 60 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അതായത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്നറിയില്ല, ഒരു റൈറ്റ് ആംഗിളിനെ 90 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എനിക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഈക്വൽ ആയിട്ടുള്ള 90 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു പാർട്ടിനെ പറയുന്നതാണ് ഒരു ഡിഗ്രി. അങ്ങനെ 90 ഡിഗ്രീസ് കൂടുമ്പോഴാണ് ഒരു റൈറ്റ് ആംഗിൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു ഡിഗ്രീനെ 60 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണോ, ഒരു പാർട്ടിനെ പറയുന്നത് മിനിറ്റ് എന്നാണ്. ഒരു മിനിറ്റ്. അപ്പോൾ 60 മിനിറ്റ്സ് ആണ് ഒരു ഡിഗ്രി. ഇനി ഒരു മിനിറ്റിനെ വീണ്ടും 60 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ആ ഒരു പാർട്ടിനെ സെക്കൻഡ് എന്ന് പറയും. അതായത് ഇവിടെ ആംഗുലർ മെഷർമെൻറ്റിൻ്റെ യൂണിറ്റ് ഡിഗ്രിയാണ് യൂഷ്വലി എടുക്കുന്നത്. ഡിഗ്രിയും മിനിറ്റ്സും സെക്കൻഡ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് പറയാം, ഇങ്ങനെ പറയാം, 60 സെക്കൻഡ്സ് ആണ്. സെക്കൻഡ്സിനെ നമ്മൾ എഴുതുന്നത് രണ്ട് ഇങ്ങനെ ലൈൻസ് ആയിരിക്കും. മിനിറ്റ്സിനെ നമ്മൾ ഇഞ്ചൊക്കെ എഴുതില്ലേ, അതുപോലെ ഡിഗ്രി എഴുതുന്നത് മുകളിലൊരു 0 ഇടും, കുഞ്ഞ് ഒരു 0 ഇടും. ഓക്കെ, അപ്പോൾ 60 സെക്കൻഡ്സ് ആണ്. 60 സെക്കൻഡ്സ് ആണ് ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് 60 മിനിറ്റ്സ് ആണ് ഒരു ഡിഗ്രി. 90 ഡിഗ്രീസ് ആണ് ഒരു റൈറ്റ് ആംഗിൾ. ഇൻ സെക്സാഡെസിമൽ സിസ്റ്റം ഓർ ബ്രിട്ടീഷ് സിസ്റ്റം. ഇനി ഇത് തന്നെ അത്ര
കോമൺ അല്ലാത്ത ഒരു സിസ്റ്റമാണ് സെന്റസിമൽ സിസ്റ്റം എന്ന് പറയാ. അതായത് 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, നമ്മൾ അത്ര ഉപയോഗിക്കാറില്ല. ഫ്രഞ്ച് സിസ്റ്റം എന്നൊക്കെ പറയും. സിൻസ് ഇറ്റ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഫ്രാൻസ്, നമ്മൾ പറയാ സെന്റസിമൽ ഓർ ഫ്രഞ്ച് സിസ്റ്റം. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, അതിൽ യൂണിറ്റ്സ് ഇതേപോലെ തന്നെ ഡിഗ്രിക്ക് പകരം ഗ്രേഡ് എന്നാണ് പറയുന്നുള്ളൂ. ബാക്കി സെക്കൻഡ് മിനിറ്റ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്, പക്ഷെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു റൈറ്റ് ആംഗിളിനെ നമ്മൾ 100 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എല്ലാം 100ന്റെ കണക്കാണ്, അതാണ് സെന്റ് എന്ന് എഴുതിയിരിക്കുന്നത്. സെന്റസിമൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസ് ആയിട്ട് അവിടെ 100 ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു റൈറ്റ് ആംഗിളിനെ നമ്മൾ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഒരു റൈറ്റ് ആംഗിളിനെ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ഈച്ച് അതിൽ ഒരു എത്രയാണോ ആ ഒരു റൈറ്റ് ആംഗിളിന്റെ 100ൽ ഒരു ഭാഗത്തിന് പറയുന്നതാണ് ഒരു ഗ്രേഡ് എന്ന് പറയാം. 1 റൈറ്റ് ആംഗിൾ ഇസ് ഈക്വൽ ടു 100 ഗ്രേഡ്സ്. ഓക്കെ, അത് എഴുതുന്നത് 100, ഇവിടെ ഒരു ജി ആണ് എഴുതുക. ഓക്കെ, ഇനി ഇത് വീണ്ടും ഒരു ഗ്രേഡിനെ we can divide it into 100 equal parts. Each one is known as a minute. So 100 minutes. വീണ്ടും ഒരു മിനിറ്റിനെ 100 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പാർട്ടിനെ നമ്മൾ സെക്കൻഡ് എന്ന് പറയും. ഇൻ ദിസ് സിസ്റ്റം ഓൾസോ 100 seconds. നൊട്ടേഷനൊക്കെ അതുപോലെ തന്നെ, പക്ഷെ മീനിങ് വ്യത്യാസമുണ്ട്. അതായത് ഇൻ സെന്റസിമൽ സിസ്റ്റം 100 സെക്കൻഡ്സ് ആണ് ഒരു മിനിറ്റ്, 100 മിനിറ്റ്സ് ആണ് 100 മിനിറ്റ്സ് ആണ് ഒരു ഗ്രേഡ്, 1 minute 1 grade. ഓക്കെ, 100 grades ആണ് ഒരു റൈറ്റ് ആംഗിൾ. നമ്മൾ അത്ര യൂസ് ചെയ്യാറില്ല ഈ സിസ്റ്റം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷറിംഗ് സിസ്റ്റം സർക്കുലർ സിസ്റ്റമാണ്. സർക്കുലർ മെഷർമെന്റ് അല്ലെങ്കിൽ സർക്കുലർ സിസ്റ്റം ഓഫ് ആംഗുലർ മെഷർമെന്റ് എന്ന് പറയുന്നത് അത് വേറൊരു രീതിയിലാണ് ഇതിൻ്റെ മെഷർമെന്റ് എടുക്കുന്നത്. ഇത് റേഡിയൻസ് എന്നതാണ് ഇതിൻ്റെ യൂണിറ്റ് പറയുന്നത്. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇസ് റേഡിയൻ. മുകളിലൊരു സി എന്നാണ് നമ്മൾ അതിനെ നൊട്ടേഷൻ എഴുതുക. ഒരു റേഡിയൻ എന്ന് പറഞ്ഞ യൂണിറ്റ് 1 റേഡിയൻ എന്ന് എഴുതുകയാണെങ്കിൽ 1 റേഡിയൻ is the angle subtended by an arc of a circle with length same as the radius of the circle at the center. പറഞ്ഞാൽ മനസ്സിലായെന്നറിയില്ല. ഇത് പൈ എന്നുള്ള ഇറാഷണൽ നമ്പറിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. അത് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ നമുക്കറിയാം, പൈ എന്നുള്ള ഇറാഷണൽ നമ്പർ അല്ലേ. അതിന് സർക്കിളിൻ്റെ കേസിലുള്ള സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സർക്കിളും, എത്ര വലിയ സർക്കിൾ ആയിക്കോട്ടെ എത്ര ചെറിയ സർക്കിൾ ആയിക്കോട്ടെ, ഈ സർക്കിളിൻ്റെ പെരിമീറ്ററും ഡയമീറ്ററും തമ്മിലുള്ള ഒരു റേഷ്യോയ്ക്ക്
റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും എപ്പോഴും അല്ലേ. അപ്പോൾ നമ്മൾ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ ഡയമീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കുഞ്ഞ് സർക്കിൾ ആണെങ്കിലും എത്ര വലിയ സർക്കിൾ ആണെങ്കിലും പെരിമീറ്റർ ഡിവൈഡഡ് ബൈ ഡയമീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് നോട്ട് ആൻ ഇൻറ്റീജർ. നമ്മൾ 1 2 3 4 എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൗണ്ടിങ് നമ്പർ അല്ല. ഈവൻ അതൊരു ഫ്രാക്ഷനോ മീൻസ് അതൊരു റാഷണൽ നമ്പർ പോലും അല്ല. അത് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ഡെസിമൽ എക്സ്പാൻഷൻ വരും. ആൻഡ് അത് എത്ര നിങ്ങൾ അത് ടെർമിനേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച എത്ര ഡെസിമൽ എക്സ്പാൻഷൻ എത്ര പ്ലേസിൽ വരെ കണ്ടുപിടിച്ചാലും അതിന് നമുക്കൊരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആൻഡ് പിന്നീട് നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ് നോട്ട് എ റാഷണൽ നമ്പർ. അതുകൊണ്ടാണ് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യാതെ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ആയിട്ട് പോകുന്നത്. ആൻഡ് ദാറ്റ് ഇറാഷണൽ നമ്പർ, റാഷണൽ അല്ലാത്ത ആ ഒരു റേഷ്യോ അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? പൈ എന്നാണ് വിളിക്കുന്നത് അല്ലേ. അതിനെ നമ്മൾ വിളിക്കുന്നത് പൈ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഫോർ എവറി സർക്കിൾ perimeter diameter by diameter is a constant which is an irrational number ഞാനിത് പറയാൻ കാര്യം, ഈ പൈയുടെ കാര്യം പറയാൻ കാര്യം, റേഡിയൻസ് എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്, ആംഗുലർ മെഷർമെൻറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ഇതുപോലെ സർക്കിളിൻ്റെ ബേസിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണോ ഈ റേഡിയസിൻ്റെ ലെങ്ത് വരുന്ന ആർക്ക് ലെങ്ത് വരുന്ന ഒരു ആർക്ക് എടുക്കുകയാണെങ്കിൽ, ഇത് വളച്ചു വയ്ക്കുമ്പോൾ ഇതൊരു നൂലാണെന്ന് വിചാരിക്കുക. ഈ നൂലിന് വെച്ചിട്ട് ഇതൊന്ന് അളക്കുക. ആ നൂല് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കൂടെ ഇങ്ങനെ എടുത്താൽ ആ നൂല് ഇവിടെ ഇത്രയാണെന്ന് വിചാരിക്കും. അപ്പോൾ റേഡിയസിൻ്റെ അതേ ലെങ്ത് വരുന്ന ആർക്ക്, ഈ ആർക്ക് സെൻറ്ററിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിളാണ് 1 റേഡിയൻസ്. ഇത് എല്ലാ സർക്കിളിൻ്റെ കേസിലും ഒരേ ആംഗിൾ തന്നെ ആയിരിക്കും. കാരണം വേറൊന്നുമല്ല, പൈയുടെ ഡെഫിനിഷനാണ്. പെരിമീറ്റർ ബൈ ഡയമീറ്റർ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്. ഒന്നും കൂടെ പറയാം, ഒരു റേഡിയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്? ഒരു സർക്കിളിൻ്റെ റേഡിയസ് എടുക്കുക. ആ റേഡിയസിൻ്റെ ലെങ്ത് എത്രയാണോ അതേ ലെങ്ത് ഉള്ള ഒരു ആർക്ക് എടുക്കുക. സർക്കിളിലെ ആർക്ക് ലെങ്ത് സെയിം ആസ് ദ റേഡിയസ് ആവുന്ന രീതിയിലുള്ള ഒരു ആർക്ക് എടുക്കുക. ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദാറ്റ് ആർക്ക് അറ്റ് ദ സെൻറ്റർ ഇസ് 1 റേഡിയൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് 1 റേഡിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കംപ്ലീറ്റ് സർക്കിളിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 2πr ആണ്. അതുകൊണ്ട് ആ കംപ്ലീറ്റ് സർക്കിൾ അതിൻ്റെ സെൻറ്ററിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ ആക്ച്വലി അത് ഒരു റൊട്ടേഷനാണ്. 1 റൊട്ടേഷൻ എന്ന് പറയുന്നത് എത്ര റേഡിയൻസ് ആയിരിക്കും? അപ്പോൾ എത്ര റേഡിയൻസ് ആയിരിക്കും? ഒരു റേഡിയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞേ? സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണോ ആ റേഡിയസിൻ്റെ ആർക്ക് ലെങ്ത് വരുന്ന ആർക്ക് സബ്ടെൻഡ് ചെയ്യുന്നത് ആംഗിളാണ് ഒരു റേഡിയൻസ്. ലെങ്ത് ഉള്ള ആർക്ക് സബ്ടെൻഡ് ചെയ്യുന്നത് 1 റേഡിയൻസ്. അപ്പോൾ 2r ലെങ്ത് ഉള്ള ആർക്ക് സബ്ടെൻഡ് ചെയ്യുന്നത് 2r റേഡിയൻസ്. അങ്ങനെ കംപ്ലീറ്റ് സർക്കിൾ 2πr ലെങ്ത് ഉള്ള ആർക്കാണ് കംപ്ലീറ്റ് സർക്കിൾ. അപ്പോൾ അത് സബ്ടെൻഡ് ചെയ്യുന്നത് 2π റേഡിയൻസ് വരും. പറയുന്നത് മനസ്സിലാവുണ്ടോ? 2π റേഡിയൻസ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് റൊട്ടേഷൻ, ഒരു റൊട്ടേഷൻ 1 റൊട്ടേഷൻ is equal to 2π റേഡിയൻസ് എഴുതാം. അപ്പോൾ ബാക്കി നമുക്കറിയാം, ഒരു റൊട്ടേഷൻ
1 റൊട്ടേഷൻ 2π റേഡിയൻസ് ആണെങ്കിൽ അതിൻ്റെ പകുതിയാണ് ഒരു സ്ട്രെയിറ്റ് ആംഗിൾ. സോ ഒരു സ്ട്രെയിറ്റ് ആംഗിൾ ഇസ് പൈ റേഡിയൻസ്. ഒരു സ്ട്രെയിറ്റ് ആംഗിൾ പൈ റേഡിയൻസ്. അതിൻ്റെ പകുതിയാണ് ഒരു റൈറ്റ് ആംഗിൾ. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ഇസ് π/2 റേഡിയൻസ്. അപ്പോൾ 1 റൊട്ടേഷൻ 2π റേഡിയൻസ് ആണെങ്കിൽ 1 സ്ട്രെയിറ്റ് ആംഗിൾ ഇസ് the half of it, which is pi radians, and 1 right angle is half of it, which is π/2 radians. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, if you have a circle with radius r is any number, then ആ സർക്കിളിലെ ഈ റേഡിയസിനോട് ഈക്വൽ ലെങ്ത് ഉള്ള ഒരു ആർക്ക്, അതായത് r ലെങ്ത് ഉള്ള ഒരു ആർക്ക് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് 1 റേഡിയൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2r ലെങ്ത് ഉള്ള ആർക്ക് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 2 റേഡിയൻസ് ആയിരിക്കും. ഓക്കെ, 3r ലെങ്ത് ഉള്ള ആർക്ക് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ 3 റേഡിയൻസ് ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ ആർക്ക് ലെങ്ത്തും ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കിയാൽ, r ലെങ്ത് ഉള്ള ആർക്കാണെങ്കിൽ ആംഗിൾ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ 1 റേഡിയൻസ് ആണ്. ഓക്കെ, 2r ആർക്ക് ലെങ്ത് വരുമ്പോൾ ആംഗിൾ സബ്ടെൻഡ് ഇസ് 2 റേഡിയൻസ്. 3r ആർക്ക് ലെങ്ത് വരുമ്പോൾ ആംഗിൾ സബ്ടെൻഡ് ഇസ് 3 റേഡിയൻസ്. അപ്പോൾ എന്താണ് അവ തമ്മിലുള്ള റിലേഷൻ? ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ് ആംഗിൾ, അല്ലേ? അതായത് അപ്പോൾ ഒരു എൽ ലെങ്ത് ഉള്ള ഒരു ആർക്ക് എത്ര റേഡിയൻസ് സബ്ടെൻഡ് ചെയ്യും? ആംഗിൾ എത്രയായിരിക്കും? എൽ ബൈ ആർ, അല്ലേ? ഇത് ഡിവൈഡഡ് ബൈ ആർ ചെയ്തപ്പോഴല്ലേ 3 കിട്ടിയേ? 2r ഡിവൈഡഡ് ബൈ ആർ ചെയ്തപ്പോഴല്ലേ 2 കിട്ടിയ? r ഡിവൈഡഡ് ബൈ ആർ ചെയ്തപ്പോഴാണ് 1 കിട്ടിയത്. അപ്പോൾ എൽ ലെങ്ത് ഉള്ള ആർക്ക് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ എൽ ബൈ ആർ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് യൂഷ്വലി നമ്മൾ ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല ഇൻ റേഡിയൻസ് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ അറിയാമെങ്കിൽ നമ്മൾ യൂഷ്വലി എങ്ങനെ എഴുതാറുണ്ട്? അതായത് ഇപ്പൊ ഞാൻ എഴുതിയത് തന്നെ, അതായത് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്, ആർക്ക് ലെങ്ത് എത്രയാണോ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ് ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ ആർക്ക്. ഇപ്പൊ നമ്മൾ എഴുതിയില്ലേ, ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്, അതാണ് എന്ത്? ആംഗിൾ. Angle subtended. Angle subtended at the center is equal to angle subtended at the center is equal to arc length divided by radius. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആംഗിൾ സബ്ടെൻഡഡ് അറിയാം എങ്കിൽ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? L is equal to r into theta ആയിരിക്കും. ആംഗിൾ സബ്ടെൻഡഡ് at the center theta അറിയാം, റേഡിയസ് അറിയാമെങ്കിൽ റേഡിയസ് r ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി ആർക്ക് L is equal to r into തീറ്റ ആയിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ആർക്ക് ലെങ്തിൻ്റെ ഒക്കെ ഫോമുലയൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല, അവിടെ ഇരിക്കട്ടെ. ജസ്റ്റ് ഒന്ന് അറിവിലേക്കായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ പഠിക്കാൻ പോണേ സർക്കുലർ ഫങ്ഷൻസ് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഈ ആംഗിളിൻ്റെ, അപ്പം നമ്മൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ പറഞ്ഞു, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേരി ചെയ്യണ അല്ലാതെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേരി ചെയ്യണ അല്ല, പിന്നെയോ എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് മാറുന്നതായിട്ടുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയാം. y is a function of x എന്ന് പറഞ്ഞാൽ y cannot take എന്താ പറയുക ആർബിട്രറി വാല്യൂസ്. The value of y is not at all independent. It depends on the value of x എന്നാണ് അതിൻ്റെ മീനിങ്, അല്ലേ? അപ്പോൾ നമ്മൾ y is equal to f of x, അപ്പോൾ നമ്മൾ f of എക്സിൻ്റെ ടേംസിൽ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സിൻ്റെ ടേംസിൽ എഴുതുന്ന എല്ലാത്തിനെയും സൈൻ എക്സ് എന്നോ കോസ് എക്സ് എന്നോ, അപ്പോൾ നമ്മളിപ്പോൾ സൈൻ എക്സ് കോസ് എക്സ് എന്താണെന്ന് അറിയില്ല, പഠിക്കാൻ പോകുന്നുള്ളൂ. എക്സ് എന്നുള്ള ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ഡിഫൈൻ ഫങ്ഷൻസ് ഇൻ ടേംസ് ഓഫ് എക്സ്, ഫങ്ഷൻസ് ഓഫ് എക്സ്, അല്ലെ? ലീനിയർ ഫങ്ഷൻസ് ഓഫ് എക്സ് അല്ലെങ്കിൽ പോളിനോമിയൽസ് ഇൻ എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എക്സിൻ്റെ ഫങ്ഷൻസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം എക്സിൻ്റെ ടേംസിൽ എന്ത് എഴുതിയാലും ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് എക്സ്. 2x + 1 ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ f1 of x is equal to 3x³ + 2x² + 3.
അല്ലെങ്കിൽ 3x plus 4 is a function of x. അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഇതിനെ പറയുന്നത് ക്യൂബിക് ഫംഗ്ഷൻ, ക്യൂബിക് പോളിനോമിയൽ. ഇത് ലീനിയർ പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് നിങ്ങൾക്ക് അറിയാം. സേ g of x is equal to 2x square plus 3x plus 5. This is a linear polynomial function. അതല്ല ഒരു പോളിനോമിയൽ ഡിവൈഡഡ് ബൈ സംതിങ്. സേ h of x is equal to x plus 1 divided by x minus 1, where x is not equal to 1. So this is also a function which is known as the rational function. Polynomial divided by polynomial is known as a rational function. ഇങ്ങനെ പിന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും ഒക്കെ നിങ്ങൾക്ക് അറിയാം. എന്താണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ എന്നൊക്കെ പറയുന്നതിന് പകരം ദിസ് ഇസ് എ പവർ ഫംഗ്ഷൻ, സ്ക്വയർ ഫംഗ്ഷൻ ഓർ പവർ ഫംഗ്ഷൻ. അതല്ല 2 raised to x. This is known as exponential function. Exponential function the base is a constant and variable will be in the exponent. Base അപ്പോൾ നമ്മളിപ്പോൾ 2 ക്യൂബ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷനിൽ ഈ താഴെ എഴുതിയിരിക്കുന്ന എന്താണോ അതിനെ പറയുന്നത് ബേസ് എന്നാണ്. ഓക്കെ, ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ടേമിനെ നമ്മൾ എന്ത് പറയും? എക്സ്പോണന്റ് എന്ന് പറയും. പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് പറയും. ഇത് ബേസ്, ഇത് എക്സ്പോണന്റ്. അപ്പോൾ എക്സ്പോണന്റ് ആയിട്ട് വേരിയബിൾ വരുന്നതിനെ പറയുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ is of the form something raised to x. Okay, with the exponential function is a function with the constant base and variable exponent, some number raised to x. Okay, that is known as an exponential function. A real number, a is a constant, a number. Okay, constant എന്ന് വെച്ചാൽ ഒരു നമ്പർ എന്നാണ് ഉദ്ദേശിച്ചത്. So this is known as exponential function. This is a function. Logarithmic function ഉണ്ട്, log x to the base a. Okay, അത് ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാം. ഇതേപോലെ നമ്മൾ ഇനി പറയാൻ പോണേ ഒരു ആംഗിളിൻ്റെ ഒരു ആംഗിൾ എടുത്തിട്ട്, ഒരു തീറ്റ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ആണെങ്കിൽ ഈ ആംഗിളിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ അതിന് പറയുന്ന പേര് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അല്ലെങ്കിൽ അപ്പോൾ അതൊരു ട്രയാങ്കിൾ. അപ്പോൾ കാരണം ഒരു ആംഗിൾ ഡിഫൈൻസ് എ ട്രയാങ്കിൾ. ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആംഗിൾ വേണമെങ്കിൽ 2 റേ വേണം. ഒരു ഇനീഷ്യൽ റേ ഉണ്ടാവും, ഒരു ടെർമിനൽ റേ ഉണ്ടാവും. ഇനി ഇത് 2 സൈഡായിട്ട് വരുന്ന ഏത് ട്രയാങ്കിൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ട്രയാങ്കിളിലെ ഒരു ഇന്നർ ആംഗിൾസിലെ ഒരു ആംഗിളാണ് നമ്മൾ എടുത്ത തീറ്റ. ഓക്കെ, അത് നമുക്കറിയാം. ഇനി നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ്, ഇത് തന്നെ നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിൾ ആണെങ്കിൽ, അപ്പോൾ ഇതേ തീറ്റ തന്നെ വിത്ത് നമ്മൾ എടുക്കുന്നത് ഈ ട്രയാങ്കിൾ അല്ല. സപ്പോസ് ഞാൻ എടുക്കുന്നത് ഈ ട്രയാങ്കിളിന് പകരം ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആംഗിൾ തീറ്റ. OA is the initial ray of the angle and OB is the terminal ray. This is a right angled triangle. അപ്പോൾ ഈ ആംഗിൾ നമുക്കറിയാം, ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി അല്ലെങ്കിൽ π/2 റേഡിയൻസ് ആണ്. ആൻഡ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഇഫ് ദിസ് ഇസ് തീറ്റ, ഈ ആംഗിൾ എന്തായിരിക്കും എന്ന് നമുക്കറിയാം, 90 - തീറ്റ ആയിരിക്കും. അത് നമുക്കറിയാം, അത് അവിടെ നോട്ടെ. അത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ് എന്ന് വരുന്നതാണ്. അതൊന്നും വേണമെന്നില്ല. ഇപ്പം നമുക്ക് പൈതഗോറസ് തിയറം മാത്രം യൂസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ തീറ്റയുടെ ടേംസിൽ നമ്മൾ ഒരു ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫങ്ഷൻസ് നിങ്ങൾക്കിപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഈ തീറ്റ ഒരു ആംഗിളായിട്ട് വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെ പറയാം, അങ്ങനെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പം അങ്ങനെയല്ല, ഇതുപോലെ ഡിഫൈൻ ചെയ്യാം. കാരണം വേറെ ഒന്നുമല്ല, ഈ റേഷ്യോ
സെയിം ആയിരിക്കും. ഇതിപ്പോൾ ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് സെയിം ഈ ആംഗിൾ, ഈ ഒരു സൈഡ്, ഒരു ഇന്നർ ആംഗിൾ തീറ്റ ആയിട്ട് വരുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് പകരം വേറെ ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിലും എടുക്കണമെങ്കിലും ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മളിപ്പോൾ എടുത്ത റേഷ്യോ സെയിം ആയിട്ട് വരും. ഞാൻ വരക്കുന്നതിന് ഒരു ചെറിയ അത് ഒരു ഒബ്ജക്റ്റ് സ്നാപ്പ് ചെയ്തുകൊണ്ട് അല്ലേ, അതൊരു ഓട്ടോ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളായിക്കോട്ടെ. ഇപ്പം ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഈ പറഞ്ഞ റേഷ്യോസ് സെയിം ആയിട്ട് വരും എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അല്ലാണ്ട് തന്നെ നമ്മളിപ്പം ഈ ആംഗിളിൻ്റെ functions define ചെയ്യാൻ പോവാം കേട്ടോ. വിത്തൗട്ട് ടെല്ലിങ് അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ, നമ്മളിപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ട്, നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം മാത്രം വെച്ചിട്ട് നമ്മൾ ഫങ്ഷൻസ്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഓർ സർക്കുലർ ഫങ്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പോണേ. സോ trigonometric functions or circular functions. നമ്മൾ trigonometric functions അല്ലെങ്കിൽ circular functions of an angle ആണ് ഡിഫൈൻ ചെയ്യാൻ പോണേ. അപ്പോൾ you have an angle theta. Theta is equal to some angle AOP അല്ലെങ്കിൽ AOB. AOBക്ക് വരെ ഞാനിപ്പോൾ AOP എന്നെടുത്താലും കുഴപ്പമില്ലല്ലോ. AOP, that is initial rays OA and terminal rays OP. The vertex is, അല്ലെങ്കിൽ the common end point is O. Okay, so now place this O as the vertex, as the origin. നമ്മളുടെ ആംഗിളിൻ്റെ വെർട്ടെക്സ് ഒറിജിനിൽ പ്ലേസ് ചെയ്യുക. ആൻഡ് പ്ലേസ് ദ ഇനീഷ്യൽ റേ അലോങ് ദി എക്സ് ആക്സിസ്. സപ്പോസ് ദിസ് ഇസ് O ആൻഡ് ദിസ് ഇസ് A. O അങ്ങനെ തന്നെയാണ്, സപ്പോസ് എന്നല്ല, കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ വെച്ച് ഒറിജിനുമായിട്ട്. ആൻഡ് OP ഈസ് ദ terminal ray. അത് ഇപ്പം ഞാനിങ്ങനെ എടുക്കുകയാണ്. ഇവിടെ തന്നെ ആവണമെന്നില്ല, വേറെ ഏത് ക്വാഡ്രന്റിൽ വേണമെങ്കിലും ആവാം P എന്നുള്ള പോയിന്റ്. അത് ആംഗിളിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടിരിക്കും. ഇപ്പം റൈറ്റ് ആംഗിളിലും ചെറിയ ഒരു തീറ്റ ആണെങ്കിൽ മാത്രമാണ് ടെർമിനൽ റേ ഇങ്ങനെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാം. അപ്പം ഞാൻ അങ്ങനെ എടുത്തു. അല്ലാത്ത കേസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സപ്പോസ് പിയുടെ കോർഡിനേറ്റ്സ്, അപ്പോൾ പി എന്ന് പറയുന്നത് പോയിന്റ്, ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന അനുസരിച്ചിട്ട് പി എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഒരു പോയിന്റ് ആണ്, XY പ്ലെയിനിലെ ഒരു പോയിന്റ് ആണ്. അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് നമ്മൾക്ക് ഞാനിതിനെ ക്യാപിറ്റൽ X ക്യാപിറ്റൽ Y എന്നാണ് എടുക്കണമെങ്കിൽ ഈ കോർഡിനേറ്റ്സ് ഞാനിപ്പോൾ സ്മോൾ ലെറ്റർ X ആണ്, ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, ജസ്റ്റ് നമ്പേഴ്സ് ആണ് XY എന്ന് എഴുതി. അല്ലെങ്കിൽ X0 Y0 എന്ന് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. XY എന്ന് എഴുതി. ഇപ്പോൾ ഞാൻ XY എന്ന് കാണുമ്പോൾ അതൊരു വേരിയബിൾ ആയിട്ട് കാണരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ X0 Y0 എന്ന് എഴുതാം. ഇറ്റ്സ് എ പെർട്ടിക്കുലർ നമ്പർ. X ഹാസ് എ പെർട്ടിക്കുലർ വാല്യൂ, Y ഹാസ് എ പെർട്ടിക്കുലർ വാല്യൂ. ഓക്കെ, നൗ I am going to define some functions of theta. F of theta എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ G of theta എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരു 6 ഫങ്ഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പോണേ. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ if you draw a perpendicular from this terminal point P to the x-axis or initial ray, you will get a right angled triangle, and you can see that since this point has x coordinate and y coordinate is equal to x and y respectively, this length is x and this length is y, so that the hypotenuse by Pythagoras theorem, it is root of x square plus y square, and let it be R. So R is root of x square plus y square, which is the length of the hypotenuse of the triangle AOP, and it is same as the distance of the point P from origin. So R is the distance of the point P from origin. Okay, it is root of x square plus y square. Now we define 6 trigonometric functions of the angle theta as follows. Sin theta is equal to y by r, cos theta is equal to x by r, tan theta is equal to sin theta by cos theta, and all the other trigonometric functions as the reciprocals of these 3.
That means reciprocals means sin theta reciprocal is taken as cosec theta. Cosecant theta എന്ന് എഴുതും, എഴുതുമ്പോൾ cosec theta എന്ന് എഴുതും. ഫംഗ്ഷന്റെ പേര് cosecant function. Okay, and 1 by cos is known as reciprocal is secant theta, and 1 by tan, reciprocal of tan theta is known as cot theta. അപ്പോൾ നമ്മൾ 6 ഫങ്ഷൻസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് സൈൻ ഫംഗ്ഷൻ ഓഫ് ദി ആംഗിൾ തീറ്റ ഡിനോട്ടഡ് ബൈ സൈൻ തീറ്റ. ഇറ്റ് ഇസ് y by r എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന് നോക്കിക്കോളൂ. നമ്മൾ എടുത്തിരിക്കുന്ന y എന്ന് പറയുന്നത് എന്താണ്? y നോക്കുക. ഇത് ഈ ആംഗിൾ തീറ്റ എന്നുള്ള ആംഗിളിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രയാംഗിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതർവൈസ് യു ക്യാൻ സേ പിയുടെ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ദി ഡിസ്റ്റൻസ് ഓഫ് p ഫ്രം ഒറിജിൻ. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? ഇവിടുത്തെ r എന്ന് പറയുന്ന x എന്ന് പറയുന്നതാണ് നമ്മുടെ x കോർഡിനേറ്റ് ഓഫ് p. x കോർഡിനേറ്റ് അല്ലെങ്കിൽ ആബ്സിസ എന്ന് പറയും. x കോർഡിനേറ്റ് ഓർ ആബ്സിസ എന്നാണ് x കോർഡിനേറ്റിനെ പറയുന്നത്. ആബ്സിസ ഓഫ് ദ പോയിന്റ് P. y is the y coordinate or ordinate. y coordinateനെ പറയുന്ന പേരാണ് ordinate. y coordinate or ordinate of P. R is root of x square plus y square is the radial distance of P. Distance of P from origin. അല്ലെങ്കിൽ ഫ്രം ദ കോമൺ എൻഡ് പോയിന്റിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ സൈൻ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ദ y കോർഡിനേറ്റ് ഓഫ് P. y കോർഡിനേറ്റ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് ഓഫ് P. ഓർഡിനേറ്റ് എന്നോ അല്ലെങ്കിൽ y കോർഡിനേറ്റ് എന്നോ എഴുതാം. y കോർഡിനേറ്റ് ഓഫ് ദി terminal point P divided by radial distance of P, and the other function is cosine function of theta. Cosine theta denoted as cos theta. It is x coordinate of P divided by radial distance of P Okay, right angle triangle ആയിട്ട് നോക്കുവാണെങ്കിൽ x by r എന്ന് പറയുന്നത് actually you can see that it is adjacent side of theta divided by hypotenuse. Adjacent side by hypotenuse. അടുത്തത് tangent function. Tangent curveന്റെ tangent എന്നല്ല. This is another function. This is a function of the angle theta. Tangent theta known as denoted by tan theta. It is sin theta by cos theta. Okay, adjacent side opposite side by adjacent side അല്ലെങ്കിൽ y coordinate by x coordinate എന്നൊക്കെ പറയാം. Divided by x coordinate of P. And ബാക്കിയുള്ള ഫങ്ഷൻസ് ഒക്കെ ഇതിന്റെ തന്നെ റെസിപ്രോക്കൽസ് ആണ്. cosecant function, secant function and cotangent function. These are the reciprocals of the above sine, cos and tan. Okay, അപ്പോൾ ഇനി എക്സിന്റെയും വൈന്റെയും പൊസിഷൻ പോയിന്റ് പിന്റെ പൊസിഷൻ ഇങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ വരച്ചിരിക്കുന്ന പോലെ തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് ചിലപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരാം. പി എന്ന് പറയുന്നത് OA ഇവിടെ ആവും. OA ഇങ്ങനെ വന്നിട്ട് പി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാവാം.
അപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എക്സ് വൈയിൽ എക്സ് എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കില്ല, എക്സ് എന്നുള്ളത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ പിയുടെ പൊസിഷൻ അനുസരിച്ച് സൈൻ്റെയും കോസിൻ്റെയൊക്കെ വാല്യൂസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ പി എന്നുള്ള ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എക്സ് പോസിറ്റീവും എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ എക്സ് നെഗറ്റീവ് y positive if p is in the second quadrant, that is if theta is greater than right angle and less than straight angle. Okay, so if theta is, appa njan aadyam paranja case, when p is in the first quadrant means theta radians il aanengil 0 num right angle num edakkanengil we can see that x and y are both positive. So that all trigonometric functions are positive. As if if p is in the second quadrant, that happens when theta is lying between pi by 2 if it is greater than right angle and less than straight angle. Pi radians ilana njan parayunnathu ആണെങ്കിൽ എക്സ് വിൽ ബി നെഗറ്റീവ് ആൻഡ് വൈ വിൽ ബി പോസിറ്റീവ്. അപ്പോൾ സൈൻ്റെ വാല്യൂ ഇവിടെ നോക്കിയാൽ അറിയാം, വൈ കോർഡിനേറ്റ് വൈ ബൈ ആർ ആണ്, സൈൻ വൈ ബൈ ആർ ആണ്. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് വൈ ബൈ ആർ എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കും. ആസ് എ മീൻ കോസ് ഓഫ് എക്സ് ബൈ ആർ ആണ്. ആർ ഇസ് ഓൾവേസ് പോസിറ്റീവ് കേട്ടോ. ആർ ഇസ് ദ പോസിറ്റീവ് distance of p from origin, positive root of x square plus y square. So this is negative, cos x നെഗറ്റീവ് ആയതുകൊണ്ട്. ഇനി ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആയതുകൊണ്ട് ടാൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ബൈ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കൽസ് അത് റെസിപ്രോക്കൽ അത് അതേ സൈൻ തന്നെ വരും. പോസിറ്റീവ്, സീക്കുള്ളത് നെഗറ്റീവ്, കോട്ടുള്ളത് നെഗറ്റീവ്. അപ്പോൾ ഞാൻ റെസിപ്രോക്കൽസിൻ്റെ 3 എണ്ണം പറയുന്നില്ല, കാരണം ഈ 3 എണ്ണത്തിൻ്റെ സൈൻ അല്ലെങ്കിൽ ഈ 3 എണ്ണത്തിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് ബാക്കി 3 ഫങ്ഷൻസിൻ്റെ വാല്യൂസ് പറയാൻ പറ്റും അല്ലേ. അത് ഇതിൻ്റെ റെസിപ്രോക്കൽസ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ പറയണമെന്നില്ല, മീൻസ് ഡിസ്കസ് ചെയ്യണമെന്നില്ല, അത് ഇതിൽ നിന്ന് കിട്ടും. സെപ്പറേറ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ 3 ഫങ്ഷൻസിൻ്റെ സൈൻ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കേസിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ പി വന്നപ്പം സൈൻ പോസിറ്റീവും ബാക്കി 2 നെഗറ്റീവായി. അതേസമയം തേർഡ് ക്വാഡ്രന്റിലാണ് പി വരണമെങ്കിൽ തേർഡ് ക്വാഡ്രന്റിൽ എക്സ് വൈ എന്നുള്ളത് എക്സും നെഗറ്റീവാണ് വൈയും നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ നെഗറ്റീവ് അല്ലേ, ഇവിടെ നോക്കി അറിയാം. സൈൻ ഫംഗ്ഷൻ നെഗറ്റീവ്, കോസ് ഫംഗ്ഷൻ വൈ ബൈ ആർ അതും നെഗറ്റീവ്. പക്ഷെ നെഗറ്റീവ് ബൈ നെഗറ്റീവ് വരുന്ന ടാൻ എന്നുള്ളത് നെഗറ്റീവ് ബൈ നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ കോസും നെഗറ്റീവ്, ടാൻ മാത്രം പോസിറ്റീവ്. ഇഫ് പി ഈസ് ഇൻ ദി ഫോർത്ത് ക്വാഡ്രന്റ്, എക്സ് വൈ എന്നുള്ള ഫോർത്ത് ക്വാഡ്രന്റിൽ വരുമ്പോൾ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആവും. അങ്ങനെ വരുമ്പോൾ വൈ ബൈ ആർ എന്നുള്ളത് നെഗറ്റീവ് വരും. വൈ നെഗറ്റീവാണ്. എക്സ് ബൈ ആർ പോസിറ്റീവാണ്, എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ്. അപ്പോൾ ഈ 4 കേസിലും, അല്ലെങ്കിൽ ആദ്യത്തെ കേസിലെല്ലാം പോസിറ്റീവാണ്, ബാക്കി 3 കേസ് നോക്കിയാൽ അറിയാം 2 എണ്ണം നെഗറ്റീവും 1 എണ്ണം പോസിറ്റീവും, അങ്ങനെയാണ് ബാക്കി 3 കേസിലും വരണേ. അപ്പോൾ അത് ഏതാണ് പോസിറ്റീവ് ആവണേന്ന് മാത്രം ഓർത്തിരുന്നാൽ ബാക്കി 2 നെഗറ്റീവ് ആണെന്ന് നമുക്ക് ഓർത്തിരിക്കാം. 3 കേസിലും 2 എണ്ണം നെഗറ്റീവും 1 എണ്ണം മാത്രം പോസിറ്റീവ് വരണേ. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലുള്ളതിൽ എന്താണ് പോസിറ്റീവ് വരണേ? സൈൻ മാത്രം പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ പി വരുമ്പോൾ ടാൻ മാത്രം പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിൽ പി വരുമ്പോൾ കോസ് മാത്രം പോസിറ്റീവ്. ഇത് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാം ASTC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഒരു ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ സൈൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്വാഡ്രന്റ് തിരിച്ച് ASTC എന്ന് എഴുതി ഓർത്തിരിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ, അതായത് ഒരു റൈറ്റ് ആംഗിളിലും ചെറിയ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. ഇഫ് ദ ആംഗിൾ ഓഫ് ഒരു ആംഗിള് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ എ റൈറ്റ് ആംഗിൾ.
അത് ട്രയാങ്കിളിലെ ആംഗിൾസ് ആണ് അക്യൂട്ട് ആംഗിളും ഒബ്റ്റ്യൂസ് ആംഗിളും പറയാം. അപ്പോൾ എന്തായാലും ട്രയാങ്കിളിലെ ആംഗിൾസ് ഒരു സ്ട്രെയിറ്റ് ആംഗിളിനേലും ചെറുതായിരിക്കും. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആംഗിളിനേലും ചെറുതായിട്ടുള്ള ആംഗിൾസിനെ അക്യൂട്ട് ആംഗിൾ എന്ന് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രീനേക്കാൾ ചെറുതാണെങ്കിൽ അക്യൂട്ട് എന്നും 90 ഡിഗ്രീനേക്കാൾ വലുതാണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നും പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ASTC എന്ന് ഓർത്തിരിക്കാം. ചിലപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ ചില പ്രയോഗങ്ങളൊക്കെ ആയിട്ട് ഓർത്തിരിക്കാറുണ്ട്. ഓൾ സിൽവർ ടീ കപ്സ് എന്ന് ഓർത്തിരിക്കാറുണ്ട്. ഓൾ സിൽവർ ടീ കപ്സ് എന്ന് പറഞ്ഞിട്ട് ആ ആദ്യത്തെ ലെറ്റേഴ്സ് ASTC എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, ഇത് ഓർത്തിരിക്കാൻ പറയും. അപ്പോൾ ആ ഒരു പ്രയോഗം ഓർത്തിരുന്ന നമുക്കിവിടെ അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ASTC എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 90ലും ചെറുതാണ്, 90 ഡിഗ്രിയിലും ചെറുതാണെങ്കിൽ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ്. 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്ക് വരാണെങ്കിൽ സൈൻ മാത്രം പോസിറ്റീവ്. ഇഫ് തീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 270 ഡിഗ്രി, ടാൻ തീറ്റ ഓൺലി ടാൻ തീറ്റ ഇസ് പോസിറ്റീവ്, ബാക്കി സൈനും കോസും നെഗറ്റീവ് ആയിരിക്കും. അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് വരും കേട്ടോ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ 3π/2 ആൻഡ് പൈ, 3π/2 ആൻഡ് 2π മീൻസ് 270 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രിയുടെ ഇടയ്ക്കാണെങ്കിൽ കോസൈൻ മാത്രം പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കാം.